ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഓൺലൈനായി വാങ്ങിയ മസിൽ ഗ്രിഡ് എന്ന ബ്രാൻഡിലെ ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററിയാണ്. 24 വോൾട്ട് 120 AH ആണ് ബാറ്ററിയുടെ കപ്പാസിറ്റി. ഇതിൻ്റെ ഫ്രണ്ടിൽ രണ്ട് ടെർമിനലുണ്ട്. ഈ രണ്ട് ടെർമിനലിൽ രണ്ട് കണക്ടേഴ്സ് വെച്ചുണ്ട്. ഇത് മസിൽ ഗ്രിഡ് എന്നുള്ളൊരു സ്റ്റിക്കറുണ്ട്, അതിനകത്ത് അവരുടെ ലോഗോയും കാണാം. ഇത് ബാറ്ററിയിലേക്ക് വരുന്ന ചാർജിങ് MPPT ചാർജ് കൺട്രോളറിൽ നിന്ന് വരുന്ന വയറാണ്. ഇത് 24 വോൾട്ട് 60 ആംപിയറിൻ്റെ MPPT ചാർജ് കൺട്രോളറാണ്. ഇതിൻ്റെ മാക്സിമം ഇൻപുട്ട് വോൾട്ടേജ് 100 വോൾട്ടും ഔട്ട്പുട്ട് വോൾട്ടേജ് 24 വോൾട്ടുമാണ്. ഇപ്പോൾ 59.5 ആംപിയറിൽ തന്നെ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ചാർജ് കൺട്രോളറിൻ്റെ മാക്സിമം കപ്പാസിറ്റിയിലാണ് ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 1800 വാട്ട്സിൻ്റെ പാനൽ കപ്പാസിറ്റിയാണ് ഇതിനുള്ളതെങ്കിലും ഞാൻ കണക്ട് ചെയ്തേക്കുന്നത് 2700 വാട്ട്സിൻ്റെ പാനലാണ് കണക്ട് ചെയ്തേക്കുന്നത്. 6 പാനൽ ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്. രണ്ടെണ്ണം വെച്ച് സീരീസ് ആയിട്ട് കൊടുത്തിട്ട് ആ 3 സ്ട്രിങ് പാരലാക്കി കൊടുത്തേക്കാണ്. ഇപ്പോൾ 27.1 വോൾട്ടാണ് ഈ ബാറ്ററിക്ക് കാണിക്കുന്നത്. ഇൻവെർട്ടർ ഓഫ് കണ്ടീഷനിലാണ്, മെയിൻസ് ഓഫ് ചെയ്തേക്കാണ്. വീഡിയോ കുറച്ച് സ്പീഡിൽ ഇടുകയാണ്. ഇപ്പോൾ ബാറ്ററി കുറച്ച് ഉയർത്തി വെക്കാൻ വേണ്ടി ഒരു പഴയ സ്പീക്കർ എടുത്ത് വെച്ചേക്കാണ്. എല്ലാ ഡിസ്പ്ലേയും, അതായത് ഇൻവെർട്ടറിൻ്റെയും ബാറ്ററിയുടെയും ചാർജ് കൺട്രോളറിൻ്റെയും എല്ലാത്തിൻ്റെയും ഡിസ്പ്ലേ ഒരുമിച്ച് ഈ ക്യാമറയിൽ കിട്ടാൻ വേണ്ടി നോക്കുകയാണ്. ഇനി ഒരു എനർജി മീറ്റർ നമുക്ക് ഇതിനകത്ത് കണക്ട് ചെയ്യാം. DC എനർജി മീറ്ററാണ്. DC എനർജി മീറ്ററിൽ നമുക്ക് ബാറ്ററിയിൽ നിന്ന് ഇൻവെർട്ടറിലേക്ക് പോകുന്ന കറണ്ട് അറിയാൻ പറ്റും. പിന്നെ ബാറ്ററിയിലെ വോൾട്ടേജ് കാണാൻ പറ്റും. അതിൻ്റെ കൂടെ തന്നെ എത്ര യൂണിറ്റ് കറണ്ട് ഈ ബാറ്ററിയിൽ നിന്ന് ഇൻവെർട്ടറിലേക്ക് പോയി എന്നുള്ളതും അറിയാൻ പറ്റും. ഇപ്പോൾ ഇത് വോൾട്ടേജ് അറിയാൻ വേണ്ടിയിട്ടുള്ള പോസിറ്റീവ് കണക്ടറാണ് ഞാൻ കണക്ട് ചെയ്യുന്നത്. ഇൻവെർട്ടറിലേക്കുള്ള നെഗറ്റീവ് ടെർമിനൽ ഊരിയിട്ട് ആ നെഗറ്റീവ് കണക്ഷൻ നേരെ എടുത്ത് ഒരു ഷണ്ട് റെസിസ്റ്ററിലേക്ക് കൊടുക്കും. വളരെ വാല്യൂ കുറഞ്ഞൊരു റെസിസ്റ്ററാണത്. എന്നിട്ട് ആ റെസിസ്റ്ററിൻ്റെ മറ്റേ ഐറ്റം നേരെ ഈ ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യും. അതായത് ബാറ്ററിയിൽ നിന്ന് ഇൻവെർട്ടറിലേക്കുള്ള കണക്ഷൻ ആ റെസിസ്റ്ററിൽ കൂടെ കയറ്റി വിട്ടാണ് ഇപ്പോൾ ഇതിനകത്തുള്ള കറണ്ട് മെഷർ ചെയ്യുന്നത്. അപ്പോൾ റെസിസ്റ്റർ നോൺ റെസിസ്റ്ററാണ്. ആ റെസിസ്റ്ററിലുണ്ടാവുന്ന വോൾട്ടേജ് ഡ്രോപ്പ് കണ്ടിട്ടാണ്, സെൻസ് ചെയ്തിട്ടാണ് ഈ എനർജി മീറ്റർ എത്ര കറണ്ട് ഇതിനകത്തൂടെ പാസ് ചെയ്തു എന്ന് മനസ്സിലാക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഈ ബാറ്ററിയുടെ പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനലിൽ സെപ്പറേറ്റ് ഒരു കണക്ഷൻ കൊടുത്തിട്ടുണ്ട് അതിനകത്ത്. അത് സെൻസ് ചെയ്തിട്ട് അതിനകത്തുനിന്ന് വോൾട്ടേജ്, ബാറ്ററിയുടെ വോൾട്ടേജും കൂടെ അത് മെഷർ ചെയ്യും. അപ്പോൾ വോൾട്ടേജും കറണ്ടും കിട്ടിക്കഴിഞ്ഞാൽ അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് വോൾട്ടേജിൻ്റെ കറണ്ട് നമുക്ക് എത്ര വാട്ടാണ് പവർ ഇതിനകത്തുനിന്ന് ഡിസ്ചാർജ് ചെയ്യുന്നതെന്ന് അറിയാൻ പറ്റും. അതിൻ്റെ കൂടെ ടൈമും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴേക്ക് എത്ര യൂണിറ്റ് കറണ്ട് നമുക്ക് കിലോ വാട്ട് അവറിൽ അല്ലെങ്കിൽ വാട്ട് അവറിൽ അതിനകത്ത് ഡിസ്പ്ലേ ആവും. ഈ എനർജി മീറ്റർ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. ഇത് 1649 രൂപയായി. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ എന്ന് വെച്ചാൽ 100 ആംപിയർ കപ്പാസിറ്റി, 6.5 വോൾട്ട് 100 വോൾട്ട് ഇതിനകത്ത് കണക്ട് ചെയ്യാം. ഇപ്പോൾ കണക്ഷൻസ് എല്ലാം ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതെല്ലാം കണക്ട് ചെയ്തിട്ട് ഒരു പ്ലാസ്റ്റിക് ബോക്സിനകത്തിട്ട് ഷോർട്ട് ആവാതിരിക്കാനായിട്ട്. ഇനി ബാറ്ററി ഇപ്പോൾ ഓഫ് കണ്ടീഷനിൽ തന്നെയാണ്. ബാറ്ററി നമുക്ക് ഓൺ ചെയ്യാം. ബാറ്ററിയുടെ MCB കുറച്ച് ടൈറ്റ് ആണ്, ഓണായി. പക്ഷേ 26.7 വോൾട്ട് ആദ്യം കാണിച്ചു. 26.7 വോൾട്ടാണ് ഇപ്പോൾ ഈ ബാറ്ററിയിലുള്ളത്. 26.56 ആണ് എനർജി മീറ്ററിൽ കാണിക്കുന്നത്. ഇതിനകത്തിപ്പോൾ
0.13 ആംപിയർ ആണ് ഈ ബാറ്ററിയിൽ നിന്ന് ഇൻവെർട്ടറിലേക്ക് പോകുന്നത്. അതായത് 3.31 വാട്ട്സ്. 31 ആണ്, 3.1 വാട്ട്സ്. അതായത് ഇൻവെർട്ടർ ഓഫ് ആണെങ്കിൽ തന്നെയും 3.1 വാട്ട്സ് കറണ്ട് ഈ ഇൻവെർട്ടർ കൺസ്യൂം ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഡിസ്പ്ലേ വർക്ക് ചെയ്യാനും പിന്നെ അതിനകത്തുള്ള ഇത് ബോർഡിൻ്റെയും ഒക്കെ ആയിട്ട്. ഇനി നമുക്ക് പതിയെ ഇൻവെർട്ടർ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഈ വീഡിയോ ഞാൻ കുറച്ച് പോർഷൻ കട്ട് ചെയ്യാതെ ഇട്ടേക്കുന്നതാണ്. ഏകദേശം 30-35 മിനിറ്റിൻ്റെ വീഡിയോ ഉണ്ട്. നിങ്ങൾ അത് കട്ട് ചെയ്യാതെ ഇട്ടതിൻ്റെ കാര്യമെന്ന് വെച്ചാൽ ഇത് ഓരോ സമയത്തും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ലോഡ് 50 ആംപിയർ, 60 ആംപിയർ, 70 ആംപിയർ വെച്ചൊക്കെ ഉപയോഗിക്കും. എന്നിട്ട് ചില സമയത്ത് 100 ആംപിയർ വെച്ചും വരും. അപ്പോൾ അത് ഞാൻ സ്പീഡിലിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ കാണുമ്പോൾ മിസ്സായി പോകും നിങ്ങൾക്ക്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ഞാൻ ഫാസ്റ്റ് ഇടാത്തത്, ബാക്കി പോർഷൻ. അപ്പോൾ സ്കിപ്പ് ചെയ്ത് കാണുക, സ്പീഡ് കൂട്ടി കാണുക. അപ്പോൾ ഇതിനകത്ത് എത്ര ആംപിയർ മാക്സിമം ലോഡ് കണ്ടീഷനിൽ എത്ര സമയം വർക്ക് ചെയ്തു എന്നുള്ളതൊക്കെ അതിൽ നിന്ന് കാണാൻ പറ്റും. ഇപ്പോൾ ഇൻവെർട്ടർ ഓൺ ചെയ്തപ്പോൾ 420 വാട്ട്സ് ആണ് ഇപ്പോൾ ഇൻവെർട്ടറിൽ ലോഡ് ചെയ്തേക്കുന്നത്. ഇനി നേരെ സോളാറിൻ്റെ സ്വിച്ച് ഞാൻ അങ്ങ് ഓഫ് ചെയ്യാണ്. സോളാറിൻ്റെ സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ MPPT ചാർജ് കൺട്രോളറിൽ നിന്ന് ബാറ്ററിയിലേക്കുള്ള സപ്ലൈ കട്ടാവും. കട്ടായി കഴിഞ്ഞാൽ പിന്നെ ബാറ്ററിയിൽ നിന്ന് മാത്രമായിരിക്കും ഔട്ട്പുട്ട് കിട്ടുന്നത്. അപ്പോൾ ഇൻവെർട്ടർ യൂസ് ചെയ്യുന്ന കംപ്ലീറ്റ് കറണ്ടും ബാറ്ററിയിൽ നിന്നായിരിക്കും ഡ്രെയിൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം ബാറ്ററിയുടെ കപ്പാസിറ്റി എത്രയാണെന്ന്. എന്നിട്ട് ബാറ്ററിയുടെ ടെമ്പറേച്ചറും കൂടെ നമുക്ക് മെഷർ ചെയ്ത് നോക്കാം. ഇത്രയും ഹൈ ഡിസ്ചാർജ് ആകുമ്പോൾ ഇതിനകത്തുള്ള കമ്പോണൻസ് ഒക്കെ ചൂടാവാൻ സാധ്യതയുണ്ട്. BMS ഒക്കെ ചൂടാവാൻ സാധ്യതയുണ്ട്. അതെങ്ങനെയുണ്ടെന്നൊക്കെ നോക്കാം. ഇതിപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാനിങ്ങനെ ഒരു ഫുൾ ലോഡ് ഡിസ്ചാർജ് ടെസ്റ്റ് ചെയ്യുന്നത്. വേറെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനത്തെ വീഡിയോ ഒന്നും ഞാൻ കണ്ടില്ല. ഫുൾ കറണ്ട് ഡിസ്ചാർജ് എന്തായാലും ശ്രമിച്ചു നോക്കാം. ഫുൾ കറണ്ട് ഡിസ്ചാർജ് സക്സസ് ആവുകയാണെങ്കിൽ റെഗുലറായിട്ട് ഫുൾ ലോഡിൽ വർക്ക് ചെയ്യിക്കാം. പക്ഷേ ഇൻവെർട്ടറിനാണെങ്കിൽ എത്ര ലോഡിൽ വേണം ഓടിക്കോളും. ഇൻവെർട്ടർ EDIXൻ്റെ ആണ്, ഫുൾ കോപ്പർ ഇൻവെർട്ടർ ആണ്. അത് 2500 VA അതായത് 2.5 kVA ഫുൾ കോപ്പർ ഇൻവെർട്ടർ ആണ്. അത് 2000 വാട്ട്സിൽ വരെ ലോഡ് ചെയ്താലും ഒരു പ്രശ്നവും ഇല്ലാതെ വലിയ ഹീറ്റിങ്ങോ സൗണ്ടിൻ്റെ ഇഷ്യൂയോ ഹമ്മിങ് നോയ്സോ ഒന്നും ഇല്ലാതെയും വർക്ക് ചെയ്യണുണ്ട്. അപ്പോൾ ആ പോർഷൻ ഞാൻ നോക്കുന്നില്ല. ഇപ്പോൾ നമുക്ക് ഈ ബാറ്ററിയുടെ കാര്യം മാത്രം, ബാറ്ററിയുടെ ഡിസ്ചാർജ് മാത്രം നോക്കാം. ഇപ്പോൾ 27 വോൾട്ടാണ് ബാറ്ററി കാണിക്കുന്നത്. ഒന്നുകൂടെ എല്ലാ കണക്ഷനും ഒക്കെ ഒന്ന് വെരിഫൈ ചെയ്തിട്ട് ഇപ്പം ലോഡ് ചെയ്യാം. ഈ നെഗറ്റീവ് ടെർമിനലിൽ ഈ ഒരു സ്ലിപ്പ് ഒട്ടിച്ചേക്കുന്നതാണ് ചാർജ് കൺട്രോളറിൽ നിന്ന്, ചാർജ് കൺട്രോളറല്ല, എനർജി മീറ്ററിൽ നിന്ന് നെഗറ്റീവ് ടെർമിനലിലേക്ക് വരുന്നത്. അത് 2 വയർ കൊടുത്തേക്കുകയാണ്. കാര്യം ഹെവി കറണ്ട് വരുന്നത് കൊണ്ട് ഒരു വയർ വെച്ച്, അതായത് 4 mm സ്ക്വയറിൻ്റെ ഒരു വയർ വെച്ച് ഇത് ലോഡ് താങ്ങില്ല. അതുകൊണ്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്ന 2 വയർ കൊടുത്തേക്കാണ് പാരലായിട്ട്. ഇപ്പോൾ ചെറുതായിട്ട് ലോഡ് ചെയ്ത് തുടങ്ങി ഞാൻ. 424 വാട്ട്സ് ആണ് ഇപ്പോൾ ഇത് ഇൻവെർട്ടറിൽ ലോഡ് ചെയ്തിരിക്കുന്നത്. 16 ആംപിയർ കറണ്ട് ഇൻവെർട്ടർ എടുക്കുന്നുണ്ട്. കണക്ഷൻ എല്ലാം കറക്റ്റാണ്. ഈ എനർജി മീറ്ററിൽ മുകളിൽ ഇടത്തെ അറ്റത്താണ് വോൾട്ടേജ് കാണിക്കുന്നത്. മുകളിൽ വലത്തെ അറ്റത്ത് കറണ്ട് കാണിക്കുന്നുണ്ട്, എത്ര കറണ്ടാണ് ഈ ഇൻവെർട്ടറിലേക്ക് പോകുന്നത് എന്നുള്ളത്. എനർജി മീറ്ററിൽ ഇടത്തെ അറ്റത്ത് താഴെയുള്ളതാണ് എത്ര വാട്ട്സ് കൺസ്യൂം ചെയ്തിട്ടുണ്ടെന്നുള്ളത്. പിന്നെ എനർജി മീറ്ററിൻ്റെ താഴ്വശത്തുള്ള ഡിസ്പ്ലേയുടെ താഴ്വശത്ത് വലതുവശത്തായിട്ട് എത്ര വാട്ട് അവർ ആണ് കൺസ്യൂം ചെയ്യുന്നുള്ളത് എന്നും കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ 17 വാട്ട് അവർ ആണ് കൺസ്യൂം ചെയ്തിരിക്കുന്നത്. ഇത്രയും സമയം കൊണ്ട് 18 വാട്ട് അവർ ആയി.
അതായത് അത് 1000 വാട്ട് അവർ ആകുമ്പോഴാണ് 1 യൂണിറ്റ് കറണ്ട് നമ്മൾ കൺസ്യൂം ചെയ്യുന്നത്. ഇപ്പോൾ 1538 വാട്ട്സിലാണ് വർക്ക് ചെയ്യുന്നത്. അതായത് 61 ആംപിയർ കറണ്ട് നമ്മൾ ഡ്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാറ്ററിക്ക് വലിയ ഇഷ്യൂ ഒന്നും തോന്നുന്നില്ല. MPPT ചാർജ് കൺട്രോളർ ഓഫ് തന്നെയാണ്. ബാറ്ററി വോൾട്ടേജ് അതിനകത്ത് 25 വോൾട്ട് കാണിക്കുന്നുണ്ട്. ചാർജിങ് ആംപിയർ 0 ആണ് കാണിക്കുന്നത്. ഇപ്പോൾ 62 ആംപിയറിലാണ് ഡിസ്ചാർജ് നടക്കുന്നത്. 62 ആംപിയറിന് 1500 വാട്ട്സ് ആണ് ഔട്ട്പുട്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ആയിരത്തി 540 വാട്ട്സ് ആയി. വയറ് ഹീറ്റ് ആവുന്നൊന്നുമില്ല. ആ ഷണ്ട് റെസിസ്റ്റർ ചെറുതായിട്ട് ഹീറ്റ് ആവുന്നുണ്ട്. അത് സാധാരണ ഹീറ്റ് ആവാറുണ്ട്. അങ്ങനെ 0.01 0.02 ഒക്കെയാണ് അതിൻ്റെ റെസിസ്റ്റൻസ് വരുന്നത്. ആ റെസിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് ചെറുതായിട്ട് ചൂടാവുന്നുണ്ട്. വലിയ ഇഷ്യൂ ഉള്ളതല്ല. 1.5 കിലോ വാട്ട് കണ്ടിന്യൂസ് ലോഡാണ്. ഇപ്പോൾ ലോഡ് കുറച്ചുകൂടെ കൂട്ടി 1.6 ആയി. 65 ആംപിയർ ആണ് ഇപ്പോൾ കൺസ്യൂം ചെയ്യുന്നത്. ബാറ്ററിയുടെ ടെമ്പറേച്ചർ ഒക്കെ ഒന്ന് നോക്കാം. ഇവിടെ ബാറ്ററിയുടെ ഫ്രണ്ട് പാനലിൽ 33 ഡിഗ്രിയാണ് ടെമ്പറേച്ചർ കാണിക്കുന്നത്. ഈ ടെർമിനലിൽ എന്തായാലും കുറച്ചുകൂടെ ടെമ്പറേച്ചർ കൂടും. കാര്യം ടെർമിനലിൽ പവർ സപ്ലൈ ഇത്രയും ഹെവി കറണ്ട് ഉള്ളതുകൊണ്ട് ടെമ്പറേച്ചർ കുറച്ച് കൂടാം. ബാക്കി എല്ലാ ബാറ്ററിയുടെ ഇത് കവറിങ്ങിലും എല്ലാം കേസിലെല്ലാം 38 ഡിഗ്രി വരെയൊക്കെ കാണിക്കുന്നുണ്ട്. കുഴപ്പമില്ലാതെ നോർമലാണ്. ഇപ്പോൾ 1.5 കിലോ വാട്ടിൽ ലോഡിലാണ് ഓടുന്നത്. 64 ആംപിയർ കറണ്ട് ഉണ്ട്. 24.7 വോൾട്ടാണ് ബാറ്ററി വോൾട്ടേജ് കാണിക്കുന്നത്. ഇപ്പോൾ 1724 വാട്ട്സ് ലോഡ് ചെയ്തിട്ടുണ്ട്. 70 ആംപിയർ ആണ് ഡിസ്ചാർജ് കറണ്ട് കാണിക്കുന്നത്. ഇപ്പോഴും കുഴപ്പമൊന്നുമില്ലാതെ ഓടുന്നുണ്ട്. ഇൻവെർട്ടറും ഒരു കുഴപ്പമില്ല. ഇൻവെർട്ടർ 23.9 വോൾട്ടാണ് ഇൻവെർട്ടറിൽ കാണിക്കുന്നത്. കാര്യം ഇത്രയും ഹെവി കറണ്ട് വരുമ്പോൾ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും. അപ്പോൾ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടായി കഴിയുമ്പോൾ ഇൻവെർട്ടറിനകത്ത് വരുന്ന DC കറണ്ട് കുറച്ച് കുറവായിരിക്കും. ഈ ബാറ്ററിയുടെ വോൾട്ടേജ് റേഞ്ച് എന്ന് വെച്ചാൽ 21 വോൾട്ട് മുതൽ 29 വോൾട്ട് വരെയാണ്. അപ്പോൾ നമ്മുടെ ഇൻവെർട്ടറിലും പിന്നെ MPPT ചാർജ് കൺട്രോളറിലും ഇതിൻ്റെ മാക്സിമം വോൾട്ടേജ് 29 മാക്സിമം കട്ട് ഓഫ് വോൾട്ടേജ് 29 മിനിമം കട്ട് ഓഫ് 22 വോൾട്ടായും സെറ്റ് ചെയ്തേക്കുകയാണ്. 21 വോൾട്ടിൽ താഴെ പോയി കഴിഞ്ഞാൽ ഈ BMS സ്വിച്ച് ഓഫ് ആവുകയും പിന്നെ ഇൻവെർട്ടറും MPPT ചാർജ് കൺട്രോളറെല്ലാം ഓഫായി പോവുകയും ചെയ്യും. ഇപ്പോൾ 75 ആംപിയർ വന്നിട്ടുണ്ട്. ഇനിയും ലോഡ് കൂട്ടാം. ഇപ്പോൾ വീട്ടിലെ ഓരോരോ ലൈറ്റും ഫാനും എല്ലാം ഞാൻ ഓൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഇൻവെർട്ടറിൻ്റെ ഔട്ട്പുട്ട് കൂടിക്കൂടി വരുന്നത്, ലോഡ് കൂടിക്കൂടി വരുന്നത്. ഇപ്പോൾ 1800 വാട്ട്സ് ആയി. 2.5 kVA ഫുൾ കോപ്പർ ഇൻവെർട്ടറാണ്. അതിൽ 1940 2000 വാട്ട്സ് ഇത് ക്രോസ് ചെയ്യാണ്. 2000 വാട്ട്സ് ക്രോസ് ചെയ്തു. 84 ആംപിയർ ആണ് ഇതിൻ്റെ
കറണ്ട് വന്നിരിക്കുന്നത്. ബാറ്ററിയിൽ നിന്ന് 84 ആംപിയർ കറണ്ട് ഡ്രെയിൻ ചെയ്യാണ്. 2032 വാട്ട്സ് ആണ് ഇപ്പോൾ ഇൻവെർട്ടറിൻ്റെ കൺസ്യൂം ചെയ്യുന്നത്. 84 ആംപിയർ കറണ്ട് വന്നു. ഇപ്പോൾ 85 ആംപിയർ ആയി. 2000 വാട്ട്സിൽ കൂടുതൽ ഈ ഇൻവെർട്ടർ വർക്ക് ചെയ്യുമോ എന്ന് എനിക്ക് സംശയമായിരുന്നു. പക്ഷേ 2100 2150 വാട്ട്സ് വരെ ഇത് കൺസ്യൂം ചെയ്യുന്നുണ്ട്. 2300 വാട്ട്സ് 2600 വാട്ട്സ് 2600 വാട്ട്സിൻ്റെ ലോഡ് വരെ ഈ ഇൻവെർട്ടർ കൺസ്യൂം ചെയ്ത് 110 ആംപിയർ ആണ് പവർ കൺസ്യൂം ചെയ്തത് ഈ ഇൻവെർട്ടർ. നോക്കിയാൽ അറിയാം 2300 2275 2300 2300 വാട്ട്സ് ഈ ഇൻവെർട്ടർ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 100 ആംപിയർ കറണ്ട് ഈ ബാറ്ററിയിൽ നിന്ന് മസിൽ ഗ്രിഡിൻ്റെ 24 വോൾട്ട് 120 AH ബാറ്ററിയിൽ നിന്ന് 115 ആംപിയർ ഔട്ട്പുട്ട് നമുക്ക് കിട്ടി. ഇതിൻ്റെ പ്രത്യേകിച്ചൊരു ഹീറ്റ് ആവുകയോ ഒന്നും ചെയ്യുന്നില്ല. ടെമ്പറേച്ചറൊക്കെ നോക്കിയിട്ടുണ്ട്. ടെമ്പറേച്ചറൊക്കെ ബിനൈനാണ്, ഒരു കുഴപ്പവുമില്ല. പക്ഷേ 2300 വാട്ട്സിലാണ് ഇപ്പോൾ കണ്ടിന്യൂസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇൻവെർട്ടറിൽ നമുക്ക് ചെറിയൊരു ഓവർലോഡ് കാണിക്കുന്നുണ്ട്, എന്നാലും കുഴപ്പമില്ല. 2300 വാട്ട്സ് വരെ ഇൻവെർട്ടർ പോയിട്ടുണ്ട്. 2300 വാട്ട്സ് വരെയാണ് ഇൻവെർട്ടർ പോയിരിക്കുന്നത്. 100 ആംപിയർ 115 ആംപിയർ വരെ ഈ ബാറ്ററിയിൽ നിന്ന് ഡ്രെയിൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത് നല്ലൊരു സിസ്റ്റം തന്നെയാണ്. ഇനി നോക്കേണ്ടത് ഈ ബാറ്ററിയുടെ ലൈഫാണ്. കമ്പനി 5 വർഷത്തെ റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയാണ് തരുന്നത്. പക്ഷേ റീപ്ലേസ്മെൻറ്റ് വാറണ്ടി ഒരു ഇഷ്യൂ ഉള്ളത്, നമ്മുടെ ചിലവിൽ ഈ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ, എന്തെങ്കിലും കംപ്ലൈൻ്റ് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ചിലവിൽ ഈ ബാറ്ററിയെ നോയിഡയിലുള്ള അവരുടെ കമ്പനിയിൽ അയച്ചു കൊടുക്കുക, UP-യിൽ ഉള്ള അവരുടെ കമ്പനിയിൽ അയച്ചു കൊടുക്കുക. ആ കമ്പനിയിൽ നിന്ന് അവർ റിപ്പയർ ചെയ്ത് തിരിച്ചയച്ചു തരും. അത് പക്ഷേ എന്തൊക്കെയോ ഒത്തിരി കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻസ് എല്ലാം വായിച്ചു നോക്കുക. അവരുടെ സൈറ്റിനകത്ത് ആ കണ്ടീഷൻസ് എല്ലാം ഇട്ടിട്ടുണ്ട്. പിന്നെ ഒത്തിരി ആൾക്കാർ ഇവരുടെ സർവീസിനെ പറ്റി നല്ല അഭിപ്രായം പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ നമുക്ക് ഇപ്പോഴും ഹെവി ലോഡിൽ തന്നെയാണ് ഇത് ഓടിക്കൊണ്ടിരിക്കുന്നത്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ ഉള്ള എക്സൈറ്റിംഗ് ആയിട്ടുള്ള ടെസ്റ്റിങ്ങും അതുപോലെ പ്രോഡക്റ്റ് റിവ്യൂവും എല്ലാം ആയിട്ട് വീണ്ടും കാണാം. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. നമസ്കാരം.